തെക്കൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തിരുക്കുരങ്ങടി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ ദിവ്യദേശം. ഇവിടെ തന്നെയാണ് അഴകിയ നമ്പിരായർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാണങ്ങൾ പറയുന്നു, ഭൂമിയിൽ ധർമ്മം നിലനിർത്താൻ മഹാവിഷ്ണു ഈ പ്രദേശത്ത് നമ്പിരായർ രൂപത്തിൽ പ്രത്യക്ഷനായി. അതിനാലാണ് ഈ സ്ഥലം തിരുക്കുരങ്ങുടി എന്ന് വിളിക്കപ്പെടുന്നത്. ദൈവം താമസിച്ച പുണ്യഭൂമി എന്നാണ് തിരുക്കുരങ്ങുടിക്ക് അർത്ഥം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ചോളപാണ്ഡ്യ രാജാക്കന്മാർ ചേർന്ന് ഈ ദിവ്യക്ഷേത്രം നിർമ്മിച്ചു. സൂക്ഷ്മതയോടെ കൊത്തിയ ഓരോ ശില്പങ്ങളും ദേവനോടുള്ള അനന്തഭക്തിയുടെ പ്രതീകങ്ങളായി നിലകൊള്ളുന്നു. 6-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ ആഴ്വാർമാർ ഈ ദിവ്യദേശത്തെ പാടി മഹത്വപ്പെടുത്തി. അവരുടെ പാട്ടുകളിലൂടെയാണ് അഴകിയ നമ്പിരായർ ലോകമറിയപ്പെട്ടത്. ആഴ്വാർമാരുടെ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. അഴകിയ നമ്പിരായർ 3 ഭാവങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. നിൽക്കുന്ന ശില്പം, ഇരിക്കുന്ന ശില്പം, ശയിക്കുന്ന ശില്പം. അതിലുപരി മലമുകളിലെ തിരുമല നമ്പിയും തൃത്തരത്തിലെ പാർക്കടൽ നമ്പിയും ദിവ്യരൂപങ്ങളാണ്. ചോള പാണ്ഡ്യ നായക വംശങ്ങളുടെ ശിലാലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. ഓരോ കൊത്തുപണിയും ആധുനികതയ്ക്കും മുമ്പുള്ള കലാശൈലിയുടെ അത്യാധുനിക അത്ഭുതങ്ങളാണ്. ഇവിടെ കാണുന്ന നരസിംഹമൂർത്തി ദേവന്റെ ശക്തിയും കരുണയും ഒരുമിച്ച് പ്രതിഫലിക്കുന്ന ദിവ്യരൂപം. ഓരോ ശില്പത്തിനും പറയാൻ 1000 കഥകളുമുണ്ട്. ഇന്നും ഇവിടെ ദേവന്റെ സേവനത്തിനായി ആനകളുണ്ടാകും. ഓരോ ദിവസവും ആചാരങ്ങൾ പഴയതുപോലെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നു. കാലത്തിൻ്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടും ഈ ക്ഷേത്രം നിലനിൽക്കുന്നു. പുതിയ കുംഭാഭിഷേകത്തിനായി ഭക്തർ വീണ്ടും ഒന്നിക്കുന്നു. അഴകിയ നമ്പിരായർ ക്ഷേത്രം കലയും ചരിത്രവും ഭക്തിയും സംഗമിക്കുന്ന ദിവ്യസ്ഥലം. ഓരോ കല്ലിലും ദൈവത്തിൻ്റെ സ്പന്ദനം ജീവിക്കുന്നു.